അദ്ദേഹത്തെ പീഡിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. അദ്ദേഹത്തെ പോലുള്ളൊരു സത്യസന്ധനായ ഒരു ഡോക്ടറെ, ₹1 കൈക്കൂലി വാങ്ങിക്കാത്ത ഒരാളെ, ഏറ്റവും നീതിപൂർവമായി ജോലി ചെയ്യുന്ന ഒരാളെ എത്രമാത്രം ഒരു ഗവൺമെന്റ് പീഡിപ്പിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ്. ഇത് സ്റ്റാലിന്റെ റഷ്യയല്ല, ഇത് കേരളമാണ്. ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു, ഇത് സ്റ്റാലിന്റെ റഷ്യയല്ല, ഇത് ജനാധിപത്യ കേരളമാണ്. ആ പാവപ്പെട്ട ഡോക്ടറുടെ മീതെ മോഷണക്കുറ്റം ചോദിച്ചിരിക്കുകയാണ്. സ്റ്റോറിൽ നിന്ന് സാധനം കാണാതെ ഡോക്ടർ എങ്ങനെ ഉത്തരവാദി? ഒരു ഗുളികയുടെ പാക്കറ്റ് പോയി കഴിഞ്ഞാൽ ഡോക്ടർ എങ്ങനെ ഉത്തരവാദിയാകുന്നു? അത് സ്റ്റോർ കീപ്പ് ചെയ്യേണ്ടത് വേറെ സംവിധാനമല്ല, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഈ അദ്ദേഹം മോഷ്ടിച്ചുകൊണ്ട് വരുന്ന അദ്ദേഹത്തെ കുറിച്ച് എന്തും ചെയ്യാൻ മടിക്കാത്ത ആളുകളാണ് എന്നതിന്റെ ഒരു ഉദാഹരണമാണ്. അല്ല, അത്ര ഗതികേടുന്നല്ല. സർജറി ചെയ്യാൻ പോകാൻ നേരത്തിൽ കത്രികയും നൂലും തുന്നിക്കൂട്ടാനുള്ള നൂലും സൂചിയും കൂടി രോഗി മേടിച്ചുകൊണ്ടുവന്ന സ്ഥിതിയിലാണ് കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ. ഞാൻ ഇതിനു മുമ്പ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഞങ്ങളുടെ ഒരു സ്നേഹിതൻ അഡ്മിറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നൂല് മേടിച്ചോണ്ടില്ല. നമ്മൾ തുന്നാനുള്ള നൂലില്ല ആശുപത്രിയിൽ, കോട്ടണില്ലായിരുന്നു, പഞ്ഞി. ആ പഞ്ഞി നൂലും സൂചിയും രോഗിയെ കൊണ്ടാണ് പഠിപ്പിച്ചത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ. ഈ ഡോക്ടർ പറഞ്ഞതിൽ എന്ത് തെറ്റാനുള്ളത്? പല ആശുപത്രികളിലും മെഡിസിൻസ് ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വർഷവും ഈ വർഷവും മാത്രം 1100 കോടി രൂപ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കൊടുക്കാനുണ്ട്. ഇതിന് മുമ്പുള്ള വർഷങ്ങളിലെ സപ്ലൈ ചെയ്തതിന്റെ പൈസ കൊടുക്കാനുണ്ട്. ശ്രീ അടൂർ പ്രകാശ് ആരോഗ്യമന്ത്രിയായിരുന്ന ആളാണ്. എല്ലാ വർഷവും താഴെത്തട്ടിലുള്ള ആശുപത്രികളിലും തൊട്ട് മുകൾ തട്ടിലുള്ള ആശുപത്രികൾ വരെ അവർ ഇന്റന്റ് കൊടുക്കും. ഒരു വർഷം ആവശ്യമുള്ള സർജിക്കൽ എക്യുപ്മെന്റ്സ്, മെഡിസിൻസ് എല്ലാം ആ ഇന്റന്റ് അനുസരിച്ചിട്ടാണ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ടെൻഡർ വിളിച്ച് സാധനങ്ങൾ വരുത്തി. ചില സാധനങ്ങൾ സൂക്ഷിച്ചു വയ്ക്കും, എല്ലാ മാസവും കൊടുക്കുള്ളൂ. ചിലത് ഒരു വർഷത്തേക്കത് കൊടുക്കും. അത് കാലാവധി കഴിയാത്ത മരുന്നുകൾ അങ്ങനെ സപ്ലൈ ചെയ്യും. ഇത് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കോടിക്കണക്കിന് രൂപ കൊടുക്കാറുണ്ട്. പ്രധാനപ്പെട്ട കമ്പനികളൊന്നും സപ്ലൈ ചെയ്യുന്നില്ല. അവർ മാത്രമല്ല, പണം കൃത്യമായിട്ട് കിട്ടാത്തതുകൊണ്ട് 30% മരുന്നിന്റെ വിലയും അവർ വർദ്ധിപ്പിച്ചു. സിസ്റ്റമാണ് സിസ്റ്റം മുഴുവൻ ഈ സ്ഥിതിയിലാണ്. സിസ്റ്റം സൂചി പുറത്തു മേടിക്കേണ്ട സിസ്റ്റമാണ്. അതുപോലെ തന്നെ ഇന്ന് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് അദ്ദേഹം മാർച്ച് 10-നും ജൂൺ 6-നും കത്ത് കൊടുത്തു എന്നുള്ളതാണ്. അതിനുശേഷം ജൂണിലാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ സർക്കാർ രേഖ കൊടുക്കുന്നത് അന്ന് പറഞ്ഞിരിക്കുന്നത് മെയ് 28-ന് മാത്രമാണ് HOD-യിൽ നിന്ന് കത്ത് ലഭിച്ചത് എന്നാണ്. അപ്പോൾ ശരിക്കും ഹാരിസിനെ കൊടുക്കാൻ ഈ അന്വേഷണ കമ്മിറ്റി റിപ്പോർട്ട് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. റൈറ്റ് ടു ഇൻഫർമേഷൻ ചോദിച്ചിട്ട് പോലും ഈ അന്വേഷണ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ല. അദ്ദേഹം വ്യക്തമാക്കിയതുപോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ അദ്ദേഹത്തിന്റെ വസതിയിലിരുന്ന് മുഴുവൻ കാര്യങ്ങൾ ഫോട്ടോസായിട്ട് എടുത്തിട്ടും തീർന്നില്ല. ഇനി ഇത് മതിയെന്ന് പറഞ്ഞിട്ടാണ് അന്വേഷണ കമ്മിറ്റി അവിടെ നിന്ന് പോയത്. അത് ഗവൺമെന്റ് ഇതെല്ലാം വളച്ചൊടിക്കുകയും. എന്തിനെ കൂടുതൽ പറയണത്? ആ ഡോക്ടറെ മോഷണ കുറ്റത്തിൽ വരെ പെടുത്തി എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാൻ പഠിക്കാത്ത ആളുകളാണ് അധികാരത്തിൽ ഇരിക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്.